ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പാഴ്സൽ അൺബോക്സിംഗ് ആണ്. എനിക്ക് ഈ പാഴ്സൽ ഇന്ന് ക്യാൻഡപ്പോസിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്ന്. എന്ന് വെച്ചാൽ ഞാനിവിടെ ലാംപ്ടൺ കോളേജിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഒരു 2 ഇയർ കോഴ്സ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഓൺലൈനിൽ കിട്ടി, പക്ഷേ ഹാർഡ് കോപ്പി കിട്ടിയിട്ടില്ലായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഇതെൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് കുറേ നാളായിട്ട് ഇവിടെ എന്നും പോയിട്ട് നോക്കുമായിരുന്നു ക്യാൻഡപ്പോസിൻ്റെ മെയിൽ ബോക്സിൽ വന്നോ അങ്ങനെ കുറേ നാൾക്കത്തെ കാത്തിരിപ്പിനുള്ള ലാസ്റ്റ് എനിക്ക് കിട്ടിയതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ലാംപ്ടൺ കോളേജിൻ്റെ പോർട്ടലിൽ പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കുക. ആ അഡ്രസ്സിൽ തന്നെ ആയിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യാൻ നമുക്ക് സജയെ കൂടെ വിളിക്കാം, കാരണം ഇത് ഇച്ചിരി ടഫാന്ന് തോന്നുന്നു. സജയെ, തുറന്നത് എടുത്താലോ? അതങ്ങനെ കീറാൻ വേണ്ടി ഒരു സാധനം വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഗായ്സ്. Congratulations. Thank you. ഇതാണ് നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഗൈസ് നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ലാംപ്ടൺ കോളേജിൻ്റെ. പിന്നെ ഒരു ലെറ്റർ, 2 ലെറ്റർ ഉണ്ട്. അലുമിനിയുടെ ലെറ്ററും പിന്നെ അല്ലാതെ അവിടെ പഠിച്ചതിൻ്റെ ലെറ്ററും. സജയ്ക്ക് എന്താണ് പറയാനുള്ളത്? കോളേജിൽ എന്നെ വിടുന്നതും രാവിലെ വിടുന്നതിൻ്റെയൊക്കെ. ഇവിടെ വന്ന ആദ്യ ടൈമിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ തന്നെച്ച് പോയിക്കോളുമായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. ഞങ്ങൾക്കാണെങ്കിൽ രാവിലെ 8 മണിയാകുമ്പോൾ ക്ലാസ് ഉണ്ടാവും. അപ്പം രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയും. അപ്പം അലാം വെക്കും. അലാം വെച്ചിട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ സജ വിളിക്കും, സജ ഇന്ന് പോകണം. ലാസ്റ്റ് സജ എന്നെ കുത്തി വിടും കോളേജിൽ. കാരണം ഞങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 3 അറ്റൻഡൻസേ പോകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ പോയാൽ നമുക്ക് ഫൈനലി എക്സാം എഴുതാനും ഒന്നും പറ്റില്ല. അത് കാരണം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് ക്ലാസ്സിൽ പോകുന്നത്. കൂടെ നമ്മള് ഒരു തവണ കൈ ഓടിച്ചു ക്ലാസ്സിന്റെ ഇടയിൽ. അല്ല, ആ ടൈമില് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. കൈക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞ ഡിസ്ലൊക്കേഷൻ ആയിരുന്നു. അപ്പം പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ബോറടിച്ചുകൊണ്ട് ഞാൻ കോളേജിൽ പോകുമായിരുന്നു. കൈയൊക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കോളേജിലൊക്കെ പോയത് രസമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ എഴുതാനൊന്നുമില്ലല്ലോ, എല്ലാം ലാപ്പിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ പ്രസൻറ്റേഷൻ ആണെങ്കിലും ബാക്കിയുള്ള വർക്ക്സ് ആണെങ്കിലും എല്ലാം ലാപ്പിലാണ്. അപ്പോൾ പിന്നെ ഞാൻ കോളേജിൽ പോകായിരുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. അപ്പം ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഇത് കണ്ടപ്പം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം കുറച്ച് കഷ്ടപ്പെട്ടാണല്ലോ, അപ്പോൾ പിന്നെ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ഈ വീഡിയോ ഇന്ത്യയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.